ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് 1/2 കിലോ സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ചോക്ലേറ്റിൻ്റെ 1/2 കിലോ സ്പോഞ്ച്, ബേസിക് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക്. അതും നല്ല സോഫ്റ്റായിട്ട്, അതും ഓവണൊന്നും യൂസ് ചെയ്യാതെ നോൺ സ്റ്റിക്ക് പാനിൽ ഇറക്കി വെച്ചിട്ടാണ് നമ്മളിവിടെ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതുപോലെ നല്ല സോഫ്റ്റും ആയിരിക്കും ഈ ഒരു സ്പോഞ്ച് കേക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ്. 6 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ട്രേ ആണ് ഞാൻ ഈ 1/2 കിലോ കേക്കിന് എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചിൻ്റെ എടുക്കാം, വീതിയുള്ള കേക്കാണ് വേണ്ടത്. ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 6 ഇഞ്ചിൻ്റെ എണ്ണ എടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലൂടെ ഒരു 1/4 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല ഡാർക്ക് കൊക്കോ പൗഡർ ചേർക്കുക. ഡാർക്ക് ആകുമ്പോൾ നല്ല ഡാർക്ക് കളറിലുള്ള ചോക്ലേറ്റ് കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ 2 ടേബിൾ സ്പൂണ് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് എടുക്കുക. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് വടിച്ചിട്ട് തന്നെ എടുക്കുക കേട്ടോ. നല്ല കുഴിഞ്ഞ് നിൽക്കൊന്നും ചെയ്യരുത്, വടിച്ചിട്ട് തന്നെ എടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. 1/2 ടീസ്പൂൺ മതി, നമ്മളിവിടെ 1/2 കിലോ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂൺ മതി, അതിൽ കൂടി പോവരുത്. ബേക്കിംഗ് സോഡ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. സാധാരണ മുട്ട ചേർക്കുന്ന ഒരു കേക്കിലേക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യം വരുന്നില്ല കേട്ടോ. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് കമ്പൈൻ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു 3 തവണ അരിച്ചെടുത്താലും മതി. അതവിടെ മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക. അതുപോലെ മുട്ടയിലും വെള്ളം ഉണ്ടാവരുത്. എന്നിട്ട് അത് ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം അതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർക്കുക. 1/2 കിലോ കേക്ക് ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂണ്. നമ്മൾ ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി 1 kg കേക്കിന്. ഇതിൻ്റെ 1 kg ബേസ് ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ നേരെ ഇരട്ടിയാണ് എല്ലാം. പിന്നെ അതിലേക്ക് 1/4 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാര. പൊടിക്കാത്തതാണ് ഞാനിപ്പോൾ ചേർത്തത്. പൊടിച്ചതാണെങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്താൽ മതി. ഇത് ഞാൻ 1/4 കപ്പ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. നല്ല തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ പൊടിച്ചിട്ട് തന്നെ ചേർത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിലാണ് ചേർക്കുന്നത്. അതിൽ കൂടി പോരുത്, 2 ടേബിൾ സ്പൂൺ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. പഞ്ചസാര നന്നായിട്ട് മെൽട്ടായ ശേഷം മാത്രം ഓയിൽ ചേർക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ബീറ്റ് ചെയ്യുക, എന്നിട്ട് എടുത്ത് വെക്കുക. ഓവർ ബീറ്റ് ചെയ്യരുത്, ബാറ്റർ ലൂസായി പോവും. അതിനുശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കരുത്. എന്നിട്ട് സ്ലോലി മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നല്ല ഹൈ സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കരുത്. ഇതിപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡാക്കിയതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡ് കൂടുതൽ തോന്നുന്നത്. ഞാൻ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുന്നുള്ളൂ. അതിൻ്റെ ആ ഒരു ഫ്ലഫിനെസ് പോവാത്ത രീതിയിൽ വേണം ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുഴുവനായിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ബേക്കിംഗ് മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ആണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ, ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിതൊരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എയർ ബബിൾസ് ഒക്കെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു 3-4 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലോ ഇറക്കി വെക്കാം. ഇത് ഞാനൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കിയെടുത്ത ഓവനല്ല പാനാണ്. അപ്പോൾ ആ പാനിലേക്കാണ് ഇത് ഇറക്കി വെക്കുന്നത്. തട്ട് വെക്കണം കേട്ടോ, തട്ട് വെക്കാതെ വെക്കരുത്, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും. അപ്പോൾ ആ തട്ട് വെച്ചിട്ട് അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്തു. പിന്നെ ഇതുപോലെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ ആ ഹോളൊന്ന് അടച്ചു വെക്കാം. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് അത് അടച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു ആദ്യത്തെ 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 20 മുതൽ 25 മിനിറ്റ് വരെ ആവാട്ടോ, ഓരോ ഫ്ലെയിമിനനുസരിച്ചാണ്. എൻ്റേത് 25 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 25 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ ഒട്ടി പിടിക്കുന്നൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് എടുക്കാം. അതിൻ്റെ ഇടയിൽ പോയിട്ട് തുറന്ന് നോക്കരുത്, അപ്പോൾ കേക്കിൻ്റെ മേൽഭാഗം കുഴിഞ്ഞു പോവും. ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഇതിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നതെന്ന്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഞാനിത് ലെയർ ആക്കുമ്പോഴും കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ഇതുണ്ടെന്ന്.
അപ്പോൾ ഇത് നമുക്ക് 3 ലെയറായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്